നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലും ഈ ബിരുദ പഠനത്തിന് 4 വർഷത്തെ കോഴ്സ് ആരംഭിച്ചത് ഈ കൊല്ലമാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സിന് ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് 3 മെയിൻ സബ്ജക്റ്റ് പഠിക്കാം. മുമ്പ് ഈ ഓണേഴ്സ് ബിരുദം ഉണ്ടായിരുന്ന കാലത്തെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ പദ്ധതിയാണിത്. ഇത് ഈ 4 ഇയർ ഡിഗ്രി കോഴ്സ് വരുമ്പോൾ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള 3 സബ്ജക്റ്റ് ചൂസ് ചെയ്തുകൊണ്ട് ബിരുദ പഠനം 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാം. അപ്പം 3 മെയിൻ സബ്ജക്റ്റിൽ ഒരുപോലെ ഇവർ നിപുണരാകും എന്നാണ് വയ്പ്. അങ്ങനെ ആശാവഹമായ ഒരു പ്രതീക്ഷയോടെ ഈ കൊല്ലം കോളേജുകളിൽ ചേർന്ന കുട്ടികൾക്ക് നിരാശയാണ് ഫലം. ഇപ്പോൾ തൽക്കാലം അവർക്ക് ഉള്ള ചോയ്സ് പരിമിതപ്പെട്ടു പോയിരിക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ള വിഷയം എടുക്കാമെന്ന ആ സാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിഷയം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ്. അതപ്പോൾ അവരുടെ അഭിരുചി ഉണർത്തുന്നതിനും ഇഷ്ടവിഷയം പഠിച്ച് നല്ല ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനും താൽക്കാലികമായെങ്കിലും തടസ്സമാണ്. കോളേജുകളിൽ ചോയ്സ് പരിമിതപ്പെട്ടു. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദുരവസ്ഥ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഇംഗ്ലീഷ് ഭാഷ മെയിനായിട്ടെടുത്ത് വേറെ 2 ഉപഭാഷകളൂടെ വയ്ക്കണം. അതിൽ ഒന്ന് സംസ്കൃതമാകണം, മറ്റൊന്ന് മലയാളമാകണം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. എല്ലായിടവും ആ ചോയ്സ് ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ വേറൊരു സയൻസ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, ഇപ്പം മാത്സ് മെയിനായിട്ട് ചേരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ വളരെ എല്ലാ ആളുകൾക്കും കൗതുകമുള്ളൊരു വിഷയമാണ് ജ്യോതിഷം പഠിക്കുക. അത് മാത്തമെറ്റിക്സ് ഉള്ളവർക്ക് ആസ്ട്രോളജിയും ആസ്ട്രോണമിയും പഠിക്കാൻ താല്പര്യമുണ്ടാകും. അത് ആസ്ട്രോണമിയൊക്കെ പഠിച്ചാൽ തൊഴിൽ സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ പ്രയോജനമുള്ള ചോയ്സ് എടുത്ത് ബിരുദം നേടാനുള്ള അവസരം കോളേജുകളിലെ സൗകര്യക്കുറവും കോളേജുകളിലെ ചോയ്സിൻ്റെ വിവിധ വിഷയങ്ങൾ എടുക്കുവാനുള്ള ചോയ്സിൻ്റെ കുറവും കൊണ്ട് സാധിക്കുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇത് പോയാൽ അതിനനുസരിച്ചുള്ള അധ്യാപകരെ കൊടുക്കുവാനുള്ള കഴിവില്ലായ്മ കോളേജ് മാനേജ്മെൻറ്റിനെ, അത് ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാനേജ്മെൻറ്റോ ഇല്ലേ കോളേജോ പ്രിൻസിപ്പലോ അടിച്ചേൽപ്പിക്കുന്ന കോഴ്സ് കുട്ടികൾ സ്വീകരിക്കേണ്ടി വരും. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ വേറൊരു കോളേജിൽ അടുത്ത സബ്ജക്റ്റ് പഠിക്കാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അതത്ര പ്രായോഗികമല്ല. ടൈം ടേബിളിൻ്റെയൊക്കെ പ്രശ്നം, പോയി പഠിക്കുക എന്നത് വിഷമം. ഫസ്റ്റ് ഇയറിൽ ഒരു സബ്ജക്റ്റ്, സെക്കൻഡ് ഇയറിൽ വേറൊരു സബ്ജക്റ്റ് എന്നൊക്കെയുള്ള, അപ്പോൾ കോളേജ് മാറേണ്ടി വരും. അതിൻ്റെയൊക്കെ അസൗകര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും കുട്ടികൾ ഒരു ചോയ്സ് ചിലപ്പോൾ അവർക്ക് കിട്ടിയെങ്കിലായി, മറ്റു 2 അധ്യാപകർ നിശ്ചയിക്കുന്നതോ മാനേജ്മെൻറ്റ് കൊടുക്കുന്നതുമാണ്. ഈ ഒരവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കാം? എന്താണ് ഇതിൻ്റെ? അതായത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെൻറ് അവതരിപ്പിച്ചതിപ്പോൾ ചില പാരഡൈം ഷിഫ്റ്റ് ആണത് സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യ സെൻട്രിക് പാരഡൈം ഉണ്ടാക്കിയെടുത്ത്. അതിന് മുൻപ് നമ്മൾ യൂറോ സെൻട്രിക് ആയിരുന്നു. യൂറോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ അവസാന വാക്ക് യൂറോപ്പാണ് എന്നുള്ള സങ്കല്പം. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ വിജ്ഞാനമല്ല, അജ്ഞാനമാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക, യൂറോപ്പിൻ്റെ ചരിത്രം പഠിക്കുക. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, H.G. വെൽസിൻ്റെ. യൂറോപ്പിൻ്റെ ചരിത്രമാണ്. ലോകം എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ് എന്നൊരു വിശ്വാസം ഈ പറഞ്ഞ ഈ മഹാന്മാർ എന്ന് നമ്മൾ പാടി പുകഴ്ത്തിയിരുന്ന എല്ലാ യൂറോപ്യൻ ചിന്തകന്മാർക്കും ഉള്ളൊരു സൂക്കേടാണ്. H.G. വെൽസും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. യൂറോപ്പിൻ്റെ ചരിത്രമായി കഴിഞ്ഞാൽ ഇതാണ്. യൂറോപ്പിൻ്റെ പ്രശ്നം യൂറോപ്പിൻ്റെ പ്രശ്നമാണ്, ലോകത്തിൻ്റെ പ്രശ്നമാണ്. അത് തിരുത്തിയത് നമ്മുടെ ഇപ്പോഴത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രിയാണ്, മിനിസ്റ്ററാണ്. ജയശങ്കർ പറഞ്ഞു, ഡോണ്ട് തിങ്ക് ദാറ്റ് ദ ഇഷ്യൂസ് ഓഫ് യൂറോപ്പ് ആർ ദ ഗ്ലോബൽ ഇഷ്യൂസ്. ഇഷ്യൂസ് ഓഫ് യൂറോപ്പ് ആർ ദ ഇഷ്യൂസ് ഓഫ് യൂറോപ്പ്. വി ഹാവ് ഗോട്ട് അവർ ഓൺ ഇഷ്യൂസ്. അതാദ്യമായിട്ട് ഈ വിദേശ രാജ്യ ബന്ധങ്ങളിൽ പറഞ്ഞു കേട്ടത്, ഇഫ് മൈ ഇൻഫർമേഷൻ ഈസ് കറക്റ്റ്, ജയശങ്കർ. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും വേൾഡ് എന്നുള്ളതാണ്. അത് മാറിയിട്ട് അങ്ങനെ യൂറോ സെൻട്രിക്സത്തിൽ നിന്ന് മാറി
ഇന്ത്യ സെൻട്രിക്കായ ഒരു വിദ്യാഭ്യാസ സംസ്കാരവും സമ്പ്രദായവും രൂപീകരിക്കലാണ് ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രാഥമികമായ ലക്ഷ്യം. രണ്ടാമത്തെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രം റിജിഡിറ്റി ടു ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മുടെ ഒരു സിസ്റ്റം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ കോഴ്സ്, ആ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന് നീ ഒരു 3 സബ്ജക്റ്റ്, ഒരു മെയിനും 2 സബ്സിഡിയറിയും സെലക്ട് ചെയ്യുന്നു. അതൊരു പാറ്റേൺ ആയിട്ട് ഇട്ടേക്കാണ്. ആ പാറ്റേൺ മാറാൻ സമ്മതിക്കില്ല. ഇപ്പം നേരത്തെ സുജാതൻ പറഞ്ഞ പോലെ തന്നെ ശരി മാത്തമാറ്റിക്സ് എടുക്കണം, എന്നാൽ ഫിസിക്സും കെമിസ്ട്രി മാത്സ്, അതൊരു പാറ്റേൺ ആണ്. ഫിസിക്സും കെമിസ്ട്രി മ്യൂസിക്കും സാധ്യമല്ല, അത് വേണ്ടെന്ന് പറയും. അല്ലെങ്കിൽ മാത്തമാറ്റിക്സും മ്യൂസിക്കും ഫിലോസഫിയും സാധ്യമല്ല എന്ന് പറയും. ഇവിടെ കാരണം അത് റിജിഡായിട്ടിരിക്കുകയാണ്. ആ റിജിഡിറ്റി മാറിയിട്ട് മ്യൂസിക് പഠിക്കാൻ വേണ്ടി പോകുന്നൊരു വിദ്യാർത്ഥിക്ക് മെഡിസിൻ പഠിക്കാനൊന്നും താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അതും പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. ഒരേ ഒരു കണ്ടീഷൻ, അയാൾ അതിൻ്റെ ബേസിക് വിജ്ഞാനം അയാൾ സ്വന്തം നിലയ്ക്ക് നേടിയിരിക്കണം. അത് സംബന്ധിച്ച ഒരു എന്താണ് പറയുക, എലിജിബിലിറ്റി ടെസ്റ്റ് അയാൾ ജയിച്ചിരിക്കണം, അഭിരുചി ഉണ്ടാവണം, അഭിരുചി പരീക്ഷ അയാൾ ജയിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ. ഇപ്പോൾ ഒരാൾ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ തന്നെയുള്ളൊരു കാര്യം ടി.എസ്. രാധാകൃഷ്ണൻ. ടി.എസ്. രാധാകൃഷ്ണൻ ഫിലോസഫിയാണ് പഠിച്ചത് ഡിഗ്രിക്ക്. ഫിലോസഫി കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക് വന്നപ്പോൾ അയാൾ വീണ്ടും പോകുകയായിരുന്നു. ബട്ട് ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയല്ല, അയാൾ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ അയാൾക്ക് മ്യൂസിക്കിലും താല്പര്യമുണ്ടെങ്കിൽ മ്യൂസിക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ആ റിജിഡിറ്റിയിൽ നിന്നും ഫ്ലെക്സിബിലിറ്റിയിലേക്കുള്ള ഒരു പോക്ക് രണ്ടാമത്തെ പാരഡൈം. മൂന്നാമത്തെ പാരഡൈം എന്താണെന്ന് വെച്ചാൽ, മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ്, ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. നിങ്ങളുടെ ഇപ്പോൾ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ഡിഗ്രിക്ക് ചേർന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഡിഗ്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അതിൽ നിന്നും മാറിയിട്ട് 1 വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിപ്ലോമ കിട്ടും. 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. 4 വർഷം കഴിയുമ്പോൾ ഓണേഴ്സ് കിട്ടും. ഈ രീതിയിലുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഭാവന ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇതുണ്ട്. ഈ സിസ്റ്റം കാരണം എനിക്ക് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്. ഈ ശരിക്കുള്ള അമേരിക്കൻ വിദ്യാർത്ഥികൾ ഒരു 600 പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലല്ല, അവർ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ തേവര കോളേജുകാരാണെന്ന് അത് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവരെ ഇന്ത്യൻ ഫിലോസഫിയും ഇന്ത്യൻ കൾച്ചറും അവരെ പഠിപ്പിച്ചിരുന്നത് ഞാനായിരുന്നു. ശരിക്ക് അമേരിക്കൻ വിദ്യാർത്ഥികൾ, അല്ലാണ്ട് ഈ കൺവേർട്ടഡ് അമേരിക്കൻ അല്ല. അപ്പോൾ അതിൽ അവരുടെ ഒരു കോഴ്സ്, ഒരു ക്രെഡിറ്റാണിത്. ആ ക്രെഡിറ്റ് ഞാൻ അവരെ പഠിപ്പിച്ച് പരീക്ഷ നടത്തി മാർക്കും അവാർഡ് ചെയ്യണം. അത്രയും പണിയാണ് എൻ്റേത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ 4 കൊല്ലമായിട്ടാണ് ഈ 600 പേരോളം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, ലോ ഗ്രാജുവേറ്റ്സ് അടക്കമുള്ള പ്രൊഫഷണൽസും, പിന്നെ റിലീജിയൻ പഠിക്കുന്നവർ, BA റിലീജിയൻ പഠിക്കുന്നവർ, ഇവരെ മ്യൂസിക് പഠിക്കുന്നവർ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മെയിനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാത്ത സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ മിക്കവാറും ഇപ്പോൾ ഈ ഹ്യൂമാനിറ്റീസിൽ വലിയ രീതിയിൽ ഉള്ള കോൺട്രിബ്യൂഷൻ നടത്തുകയും മിടുക്കരായിട്ട് വരുന്ന വിദ്യാർത്ഥികളിൽ മിക്കവാറും പേര് BTech കഴിഞ്ഞിട്ട് വരുന്നവരാണ്. കാരണം അവർ IITയിൽ പോയി BTech കഴിഞ്ഞ് ബാക്കി പിന്നത്തെ അവരുടെ പഠനം തന്നെ മാറിപ്പോവുകയാണ്. അവർ ഇക്കണോമിക്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലേക്ക് പോകുന്നു, അതുമല്ലെങ്കിൽ ഫിലോസഫിയിലേക്ക് വരുന്നു. അങ്ങനെ മാറിപ്പോവും. ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം അതുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ത്യ ഓറിയൻറ്റേഷനിൽ ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതാണ് അടിസ്ഥാന ലക്ഷ്യം. ഇവിടെ വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ വന്നപ്പോൾ സംഭവിച്ച കാര്യം,
നമ്മൾ ഈ റിജിഡിറ്റി ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ എയ്ഡഡ് കോളേജുകളിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരെ പിരിച്ചുവിടാൻ പറ്റില്ല. കാരണം പിരിച്ചുവിടണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് നിരക്ക് നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ ഒരു അധ്യാപകൻ്റെ നിയമനത്തിന് വാങ്ങിക്കുന്ന 1 കോടി രൂപയാണ്. UGCയുടെ ശമ്പളം വരികയും ആ ശമ്പളം വന്നപ്പോൾ അതനുസരിച്ച് കോഴയുടെ റേറ്റ് മാറി, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ MA കഴിയുന്ന സന്ദർഭത്തിൽ ഒരു കോളേജിൽ ഞാൻ ഇൻ്റർവ്യൂവിന് വന്ന് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത്, അപ്പോൾ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജോലി തരാം എന്ന് പറഞ്ഞു. ആ 25,000 രൂപയുടെ 25 രൂപ അന്ന് എടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ കാശ് കടം മേടിച്ചിട്ടാണ് കൊല്ലത്ത് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ബേബിച്ചായൻ്റെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരാനുള്ള കാശും, ബേബിച്ചായൻ്റെ വീട്ടിൽ കാക്കനാട് ബേബിച്ചായൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരാനുള്ള കാശും മേടിച്ച് വന്ന ഒരാളോട് 25,000 രൂപ ഒരു രക്ഷയില്ല. അന്ന് ജോലി കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. കൊല്ലത്താണെന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് എനിക്ക് മനസ്സിലായി. അല്ല, അപ്പം അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അന്ന് അത്രയുള്ളൂ. അന്നത്തെ 25,000 രൂപ ഇപ്പോൾ 1 കോടിയായി. പക്ഷേ ഈ 1 കോടി കൊടുക്കാൻ ആളുകൾ മത്സരമാണ്. ഇങ്ങനെ ഇത്ര മനോഹരമായ രീതിയിൽ അംഗീകൃത വ്യഭിചാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ അംഗീകൃതമായ കോഴ സമ്പ്രദായം നടക്കുന്ന ഒരു രംഗമാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. അത് നിലനിൽക്കണം എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഒരു അധ്യാപകനെ പിരിച്ചുവിടാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യണം? പിന്നെ ആകെ ചെയ്യാവുന്ന കാര്യം ഇതിനകത്തിട്ടുള്ള കറക്കിക്കുത്താണ്. അതാണ് നമ്മൾ പറഞ്ഞ ഒരു കർഡിനൽ പോയിന്റ് അവിടെയാണ് വരുന്നത്. ഇതിനകത്തുള്ള ഈ അധ്യാപകനെ ഉപയോഗിക്കണം, ഈ അധ്യാപകൻ തന്നെ ഇത് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ നോട്ട്സ് കണ്ടുപിടിച്ചവനാ എവിടെ വെച്ച് കണ്ടാലും വെടിവെച്ച് കൊല്ലാവുന്നതാണ്. കാരണം മാരേജ് കോളേജിലെ ഒരു നടന്ന സംഭവമുണ്ട്. 25 വർഷം മുമ്പുള്ള നോട്ട്സാണ്. അല്ലല്ല, നടന്ന സംഭവമുണ്ട്. 2 സംഭവങ്ങളുണ്ട്. ഒന്ന് ഈ നോട്ട്സുമായി ബന്ധപ്പെട്ടാണ്. ഒരു അധ്യാപകൻ, കൊമേഴ്സ്യൽ അധ്യാപകൻ നോട്ട്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹിപ്പ് പോക്കറ്റിൽ നിന്നൊരു പുസ്തകം വലിച്ചെടുത്തിട്ട് 2ആക്കി മടക്കി വെച്ചിരിക്കുന്ന ഒരു നോട്ട് പുസ്തകം വലിച്ചെടുത്തിട്ടാണ് ഈ നോട്ട്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് അദ്ദേഹം വളരെ വികാരവിവശനായി പറയുന്നു, "Dear students, please leave 4 pages." അപ്പോൾ കുട്ടികൾ 2 ഷീറ്റും മറിച്ചു. "They have gone forever." അതില്ല, ഈ പുസ്തകത്തിൽ അതില്ല, അത് എന്നേക്കുമായിട്ട് പോയിരിക്കുന്നു. രണ്ടാമതൊരു കാര്യമുള്ള അതും മാരേജ് കോളേജിൽ തന്നെയാണ്. ഈ മലയാളം ആണ്. ഒരാൾ ശാകുന്തളവും വേറൊരാൾ നളയരുതുമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രൊഫസർ വന്നപ്പോഴേക്കും പറഞ്ഞ്, താൻ 14 കൊല്ലമായിട്ട് ഇതില്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ. ഈ പ്രാവശ്യം ഒന്ന് മാറണം. നളയരുതം പഠിപ്പിക്കുന്ന ആൾ ശാകുന്തളം പഠിപ്പിക്കുക, ശാകുന്തളം പഠിപ്പിക്കുന്ന ആൾ നളയരുതം പഠിപ്പിക്കുക. ഏൻഷ്യൻ ലിറ്ററേച്ചറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ ആളോട് മറുത്ത് പറയാൻ നിവൃത്തിയില്ലാത്ത കാരണം അവർ സമ്മതിച്ച്. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞ്, അപ്പോൾ സാറേ ഞാൻ ഒരു കാര്യം ചെയ്തേക്കാം മാഷേ, ഞാൻ മാഷ് പറഞ്ഞ രീതിയിൽ നളചരിതത്തിന് പകരം ശാകുന്തളം പഠിപ്പിച്ചോളാം, പക്ഷേ നോട്ട്സ് നളചരിതത്തിൻ്റെ കൊടുക്കുള്ളെന്ന് പുള്ളിയുടെ കയ്യിലല്ലേ ഉള്ളൂ. അല്ല, എന്നിട്ട് മറ്റേയാള് നളചരിതം പഠിപ്പിച്ചിട്ട് ശാകുന്തളത്തിൻ്റെ നോട്ട്സ് കൊടുത്താൽ കുട്ടികൾക്ക് 2ൻ്റെ നോട്ട്സ് കിട്ടിയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു റിജിഡിറ്റി ഈ രംഗത്തുണ്ട്. അപ്പോൾ ഒരു പുതിയ സബ്ജക്റ്റ് ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വരും എന്ന് കരുതാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും ലഭ്യമല്ല. അപ്പോഴെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പഴയ സബ്ജക്റ്റ് തന്നെ ഇവരിങ്ങനെ ആരെയും ഉപദ്രവിക്കാതെ, ആരുടെയും ജോലി പോകാതെ, ആർക്കും പൈസ തിരിച്ചു കൊടുക്കാത്തൊരു അന്തരീക്ഷത്തിൽ ഇത് നിലനിൽക്കാൻ വേണ്ടി സർക്കസാണ്. പിന്നെ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ ട്രാൻസ്ഫറാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഫലത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ലിബറൽ സ്ട്രക്ചർ എന്ന് UGC ഭാവന ചെയ്ത ഒരു കാര്യം UGCയുടെ ഭാവനയിലിരിക്കും, ഇവിടെ നടപ്പിലാക്കില്ല. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കുട്ടികൾ എന്തു ചെയ്യും? ഇത് കൊടുക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോകും. അതെ അതെ, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ഇല്ല. അവരപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് അവിടെ പോകാൻ നോക്കും. അവിടെ അവരിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ അവിടെ പോവും. അപ്പോൾ ഇത് ആത്യന്തികമായിട്ട് ചെന്ന് നിൽക്കാൻ പോകുന്ന ബ്രെയിൻ ഡ്രെയിനിലും മാത്രമല്ല, അതിനേക്കാളെല്ലാം ഉപരി മസ്തിഷ്കം നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി പണം ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് ഒഴുകി പോകും. അല്ല, ഇതിനെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ മാർഗം? അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ കോഴ്സുകൾ അല്ലല്ല, ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഗവൺമെൻറ് വിചാരിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഗവൺമെൻറ്റുകൾ ഇവിടെ കേരളത്തിൽ ഭരിക്കപ്പെടുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഇപ്പോൾ മാരേജ് കോളേജിലെ ഏറ്റവും രസകരമായ കാര്യം, അവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ എത്രയോ 40-45 കൊല്ലമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ആഫീസ് അടച്ചുപൂട്ടി അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് രേഖകളൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അത് മുഴുവൻ ഇടതുപക്ഷ അനുഭാവികളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, തോമസ് ഐസക്കിനോട് ഇന്ന് വേണ്ട ഐസക്ക് പാർട്ടിക്ക് കത്തും കൊടുത്ത്. പക്ഷേ ബിന്ദു പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അനുസരിക്കുന്നില്ല. അപ്പോൾ മന്ത്രി ബിന്ദു, ഡോക്ടർ ബിന്ദു പറഞ്ഞു, ഞാൻ 3 വട്ടം പറഞ്ഞിട്ട് ഇത് അനുസരിച്ചില്ല എന്ന്. കാരണം ട്രേഡ് യൂണിയൻ, AKGCT യൂണിയൻ അത്ര ശക്തമാണ്. പിന്നെ നമുക്ക് ആകെ ആ മന്ത്രിയോട് പറയാവുന്നൊരു കാര്യം, ഈ പണി നിർത്തി വേറെ വല്ല ജോലി അന്വേഷിക്കണം എന്നുള്ളതാണ്. കാരണം ഒന്ന് ഒരു ഇതാണെങ്കിൽ ആരൊക്കെയാണ്, ഇതാണെങ്കിൽ വി വിശ്വനാഥ മേനോൻ മുതൽ ഇങ്ങോട്ട് ഓൾഡ് സ്റ്റുഡൻസ് കുറേ കാലം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ആ മാരേജ് കോളേജിൽ പഠിച്ചിട്ടുള്ളവർ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്ന് മാത്രവുമല്ല, ആ കോളേജിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഏറ്റവും ആ കോളേജ് ആദ്യം റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിൽ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ വിശ്വനാഥ മേനോനും, അന്ന് അദ്ദേഹം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, അതിൻ്റെ കൺവീനർ ഞാനുമായിരുന്നു. ഞങ്ങൾ ഈ ബ്രോഡ്വേയിൽ ഇറങ്ങി പണം പിരിച്ചിട്ടുണ്ട് ഒരു പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പണം പിരിച്ച് വലിയൊരു തുക കൊടുത്തിട്ടാണ് റിനോവേഷൻ നടത്തിയത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഓൾഡ് സ്റ്റുഡൻസിൻ്റെ അസോസിയേഷൻ്റെ ഇത് കളഞ്ഞിട്ട് ആ പ്രിൻസിപ്പലിനോട് ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറയാൻ കെൽപ്പില്ലാത്ത മന്ത്രിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ത് സംഭവിക്കും എന്ന കാര്യം സുജാതന് ഇനി ഊഹിക്കാവുന്നതാണ്. അല്ലേ, ഈ അധ്യാപകരും കൂടെ നവീകരിക്കണ്ടേ? അത് നടക്കില്ല. അല്ലേ, അപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു തമാശ ഓർക്കുന്നത്. കൊല്ലം എസ് എൻ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അധ്യാപകൻ പതിവായ ഒരു വിഷയമേ പഠിപ്പിക്കും. അപ്പോൾ ടൈം ടേബിൾ തയ്യാറാക്കും പറയുന്ന പോലെ. അപ്പോൾ ആ അധ്യാപകൻ ആ വിഷയവും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അധ്യാപകൻ, അതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലായി പോകും. അപ്പോൾ അദ്ദേഹം പതിവായിട്ട് ഒരു വിഷയം എടുക്കുള്ളൂ. അത് ഇപ്പോൾ ഉമാകേരളം ആണെങ്കിലോ അതുപോലെ ഏതെങ്കിലും ഉമാകേരളം എടുക്കുള്ളൂ. അതിൻ്റെ റെഡിയാണ് പുള്ളി, അതിലും മാസ്റ്ററുമാണ്. ഒരു വർഷം KP അപ്പൻ സാറ് അപ്പോൾ പറഞ്ഞു, സാംബശിവൻ പോലും ഒരു കഥ ഒരു വർഷമേ പറയും എന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് വിഷയം മാറ്റാൻ ശ്രമിച്ചിട്ടും നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതായത് കാശ് കിട്ടി വായിക്കുന്ന 2 വിഭാഗമുണ്ട്. ഒന്ന് വക്കീലന്മാരാണ്, അവർ ഫീസ് കിട്ടിയാലേ കേസ് വായിക്കുള്ളൂ, അല്ലെങ്കിൽ വായിക്കില്ല. 2 അധ്യാപകരാണ്. കാരണം ഇവർക്ക് കാശ് കൊടുക്കുന്ന വായിക്കാൻ വേണ്ടി കൂടിയാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല. ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്ത് തോൽപ്പിക്കാമെന്ന കാര്യത്തെക്കുറിച്ചാണ് അവർ ഗവേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ലിബറൽ സ്ട്രക്ചർ കുട്ടികൾക്ക് ഗുണകരമാണ്. പക്ഷേ അതിപ്പോൾ സുജാതൻ പറഞ്ഞ രീതിയിലാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് ഉപേക്ഷിച്ച് പോവുകയും. അപ്പോൾ കേരള ഗവൺമെൻറ് ഇത് നടപ്പാക്കിയത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാനുള്ളൊരു സൗകര്യം എന്ന നിലക്ക് നടപ്പാക്കിയതാണ്. അതിപ്പോൾ UGC ആദ്യം നടപ്പാക്കിയപ്പോൾ അങ്ങനെയായിരുന്നു.
UGC നടപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് മേടിക്കും. ഫണ്ട് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഫണ്ട് അടിച്ചു മാറ്റുക. അത് എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് കിട്ടുന്ന സ്ഥലത്ത് നിന്നൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതൊരു വലിയ സംഭവമാണ്. ഏതായാലും കുട്ടികളുടെ ഭാവി അവർ തീരുമാനിക്കട്ടെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.